നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങുകയാണ്. ഇറാന് കരുത്തായിട്ട് പക്ഷേ റഷ്യ എത്തുമ്പോൾ വിറയ്ക്കുകയാണ് അമേരിക്ക. തങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യത്തെ തകർക്കാൻ അമേരിക്ക കാട്ടുന്ന വ്യഗ്രതയുണ്ടല്ലോ, ആ വ്യഗ്രത മനസ്സിലാക്കാതിരിക്കുവാൻ മാത്രം വിഡ്ഢികളല്ല ലോക ജനത എന്ന് തിരിച്ചറിയുക. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എണ്ണയൊഴിച്ച് അത് വലിയൊരു കനലാക്കി മാറ്റിയതും ഇപ്പോൾ ആ കനലിൽ നിന്ന് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ചുട്ടെടുക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയുടെ പഴയൊരു ശൈലിയാണ്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന് തെറ്റുപറ്റുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ട്രംപ് മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇറാൻ പഴയ ഇറാനെ അല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ തികച്ചും ആശങ്കാജനകമായിട്ടുള്ളതാണ്. ഇറാനിലെ ആഭ്യന്തര അശാന്തിയെ ഒരു സൈനിക ഇടപെടലിനുള്ള മറയാക്കി മാറ്റാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള വാർത്ത. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾക്കായിട്ട് അമേരിക്കൻ ജനത അല്ലെങ്കിൽ അമേരിക്കൻ ജനറൽമാർ അടിയന്തരമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു യുദ്ധ സമാനമാണ്. യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം. പരസ്പരം വ്യോമാക്രമണങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യവ്യാപകമായിട്ട് അശാന്തിയുടെ 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് എന്നും തടഞ്ഞു കിടക്കുകയാണ് എന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് വീമ്പ് പറയുമ്പോഴും ഈ സഹായം വെറും ഒരു പ്രഹസനമാണ് എന്ന് ലോകത്തിന് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. 2025 ഡിസംബറിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പിന്നിൽ ദശകങ്ങളായി അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങളാണ് എന്ന സത്യം ട്രംപ് സത്യത്തിൽ മറച്ചു പിടിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാന്റെ കറൻസി മൂല്യം ഇടിഞ്ഞതും പണപ്പെരുപ്പം കുതിച്ചുയർന്നതും ആസൂത്രിതമായിട്ടുള്ള ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ ഫലമായിരുന്നു എന്നുള്ളത് ലോകരാജ്യങ്ങളടക്കം തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയിലെ വൈറ്റ് ഹൗസിനുള്ള ചർച്ചകൾ പ്രകാരം കരസേനയെ ഇറക്കാതെ തന്നെ ഇറാന്റെ നട്ടലൊടിക്കുവാനാണ് ട്രംപിന്റെ നീക്കം. വേദനിക്കുന്നിടത്ത് അവരെ അടിക്കുക എന്ന ക്രൂരമായ തന്ത്രമാണ് അമേരിക്ക മെനയുന്നത്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡ് സെന്ററുകളും വ്യോമ പ്രതിരോധ സെന്ററുകളും അല്ലെങ്കിൽ അവിടുത്തെ വ്യോമ പ്രതിരോധ സൈറ്റുകളും ഒക്കെയാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. 2025 ജൂണിൽ ഫോഡോയിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച അതേ ഹീനമായ വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കുവാനാണ് അമേരിക്കൻ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളുടെ പേര് പറഞ്ഞ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത് അമേരിക്കയുടെ ചതിയൻ ചെന്നായയുടെ ചോര കുടിയൻ നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 65 പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്കുകൾ ഉയർത്തിപ്പിടിച്ച് ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ ബോംബറുകൾ പറക്കുമ്പോൾ അത് സമാധാനത്തിനായല്ല, മറിച്ച് തങ്ങളുടെ ഇന്ധന താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് എന്ന് ലോകം എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ട്രംപ് മാത്രം അത് മനസ്സിലാക്കുന്നില്ല. ട്രംപ് വിചാരിക്കുന്നത് ട്രംപാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ എന്ന്. ബാക്കിയുള്ള ഈ 200-ലധികം വരുന്ന രാജ്യങ്ങളിലെ നേതാക്കന്മാരും രാജ്യത്തിലെ ജനങ്ങളും മണ്ടന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന തിരുമണ്ടനാണ് ട്രംപ് എന്നുള്ള കാര്യത്തിൽ അതിശയോക്തി പറയേണ്ട കാര്യമില്ല. കാരണം അത് തിരിച്ചറിയാത്തത് ട്രംപ് മാത്രമാണ്, താൻ മണ്ടനാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ഭീഷണികൾക്ക് മുന്നിലും തലകുനിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇറാൻ തയ്യാറാകാത്തതിനുള്ള പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചു. അതായത് ഇറാനികളുടെ രക്തം പുരണ്ട കൈകളാണ് അമേരിക്കയുടേത് എന്നും കലാപമുണ്ടാക്കി രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്ന തരത്തിലേക്ക് ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾ, വെല്ലുവിളികൾ അമേരിക്കയുടെ കർണപടങ്ങളിൽ ചെന്ന് പതിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സജീവമായ സൈനിക ആസൂത്രണത്തിലേക്ക് അമേരിക്ക കടക്കുമ്പോൾ തങ്ങളുടെ ഓരോ തരി മണ്ണും സംരക്ഷിക്കുവാൻ ഇറാനിയൻ ജനത സജ്ജമാണ് എന്നുള്ളതാണ്. തന്ത്രപരമായ ക്ഷമയുടെ കാലം കഴിഞ്ഞുവെന്നും സൈനിക ഇടപെടൽ നേരിട്ട് നടത്തുമെന്നുമുള്ള അമേരിക്കൻ സിദ്ധാന്തം അത് ഇറാന്റെ ചങ്കുറപ്പിന് മുന്നിൽ വഴിമാറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നു. 1980-കളിൽ സദ്ദാം ഹുസൈനെ മുന്നിൽ നിർത്തി അമേരിക്ക നടത്തിയ യുദ്ധത്തെ അതിജീവിച്ച ഇറാന് ട്രംപിന്റെ ഈ വ്യോമാക്രമണ ഭീഷണി വെറും ഒരു മരീചിക മാത്രമാണ് എന്നുള്ളതാണ്. അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും തകർക്കുക എന്നത് ആ രാജ്യത്തിന്റെ പണ്ട് മുതലേയുള്ള നയമാണ്. എന്നാൽ ഇറാൻ എന്ന പടക്കുതിരയ്ക്ക് മൂക്കുകയറിട്ട് കളം പിടിക്കുവാനും ലോകത്തെ വിറപ്പിക്കുവാനും സാധിക്കുക എന്നത് ഇത്രയും കാലമായി ഒരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യമാണ് എന്ന് ഓർക്കുക. ഇന്ന് ട്രംപ് വിരിക്കുന്ന ഈ യുദ്ധവലയിൽ ഇറാൻ കുടുങ്ങുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. ആകാശത്ത് ബോംബറുകൾ വിട്ടതുകൊണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തകർക്കാൻ കഴിയില്ല. ഇറാന്റെ മണ്ണിൽ ചോര വീഴ്ത്താൻ വരുന്നവർക്ക് അവരുടെ ചോര കൊണ്ടും മറുപടി നൽകുവാൻ ടെഹ്റാൻ പ്രാപ്തമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് ഈ സാമ്രാജ്യത്വ തന്ത്രങ്ങളെ അതിജീവിച്ച് ഇറാൻ തലയുയർത്തി തന്നെ നിൽക്കുമെന്നതിൽ സംശയമില്ല. അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള F-35 ലൈറ്റ്നിങ് വിമാനങ്ങൾക്കും B-2 ബോംബറുകൾക്കും ഇറാന്റെ ആകാശത്ത് പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല.
എങ്കിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള റഷ്യൻ S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കുന്ന ചില കാര്യങ്ങളിൽ അതിനെപ്പോലും വെല്ലുന്ന ഇറാന്റെ സ്വന്തം നിർമ്മിതിയാണ് ബാവർ 373. പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം എന്ന ചങ്ങല കൊണ്ട് ഇറാന്റെ കൈകൾ കെട്ടിയിട്ടപ്പോൾ തദ്ദേശീയമായി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇറാൻ നിർമ്മിച്ചെടുത്ത ഈ അദൃശ്യ മതിൽ ഇന്ന് വൈറ്റ് ഹൗസിലെ ജനറൽമാരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഇറാന്റെ സൈനിക കരുത്തിന്റെ നട്ടലാണ് ഈ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. 2019 പുറത്തിറങ്ങിയ ഈ സംവിധാനം ഇന്ന് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട് ബാവർ 373 അപ്ഗ്രേഡ് പതിപ്പിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ കേട്ടാൽ ഏതൊരു സൈനിക വിദഗ്ധനും അമ്പരന്ന് പോകുന്നതാണ്. അത്രത്തോളം ഭീകരമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതാണ് ഇറാന്റെ ഈ കണ്ടുപിടുത്തം. 450 കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും 300 കിലോമീറ്ററിലധികം ദൂരത്ത് വെച്ച് തന്നെ അവയെ തകർക്കാനും ഈ ബാവർ 373ക്ക് സാധിക്കുമെന്നുള്ളതാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കുന്ന അമേരിക്കൻ വിമാനങ്ങളെ പോലും വളരെ കൃത്യമായി ലോക്ക് ചെയ്യുവാൻ ഇതിലെ അത്യാധുനിക റഡാറുകൾക്ക് ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരേ സമയം ഇതിന് 100 ലക്ഷ്യങ്ങൾ വരെ താണ്ടാൻ കഴിയും. ആകാശത്ത് ഒരു സമയം തന്നെ 100ഓളം ശത്രു ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കുവാനും അവയിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള 6 എണ്ണത്തിനെ ഒരേ സമയം തകർക്കുവാനും ഈ സംവിധാനത്തിന് കഴിയും. അതായത് ബാവർ 373ക്ക് കഴിയുമെന്നുള്ളതാണ്. ബാവർ 373 ഉപയോഗിക്കുന്ന സയദ് 4 മിസൈലുകൾ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിച്ച് ശത്രുവിനെ ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക അമേരിക്ക ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇറാനെതിരെ ഒരു വ്യോമാക്രമണം നടത്തിയാൽ തങ്ങളുടെ കോടികൾ വിലയുള്ള വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ പടക്കങ്ങളായി മാറുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ഇറാന്റെ മണ്ണിലേക്ക് ഒരു വിമാനം പ്രവേശിക്കുന്നതിന് അതിനു മുൻപ് തന്നെ ബാവർ 373 അവയെ കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റഷ്യയിൽ നിന്ന് S-300 വാങ്ങാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ നോക്കിയ അമേരിക്കയ്ക്ക് അതിനേക്കാൾ കരുത്തുള്ള ഒരു സംവിധാനം ഇറാൻ സ്വന്തമായി നിർമ്മിച്ചത് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇത് ഇറാന്റെ വെറുമൊരു ആയുധമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള അവരുടെ ആത്മവിശ്വാസത്തിന്റെ കൂടി അടയാളമാണ് എന്നുള്ളതാണ്. ഏത് വിധേനയും ശത്രുക്കളെ തകർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം പ്രാദേശികമായി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറാനെ നമ്മൾ ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ ഏതൊരു വ്യോമാക്രമണ തന്ത്രത്തെയും നിഷ്പ്രഭമാക്കാൻ ഈ ബാവർ 373 എന്ന അദൃശ്യ കോട്ടയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഉപരോധങ്ങൾക്കിടയിലും പ്രതിരോധ മേഖലയിൽ ഇറാൻ കൈവരിച്ച ഈ സ്വയം പര്യാപ്തത ലോകത്തിന് നൽകുന്ന സന്ദേശം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചങ്കുറപ്പുള്ള ഒരു ജനതയെ ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇറാന്റെ ആകാശത്ത് പറക്കാൻ വരുന്നവർക്ക് അതൊരു ചുടലപ്പറമ്പായിരിക്കുമെന്ന് ഈ പ്രതിരോധ സംവിധാനം വിളംബരം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ എന്തു തന്നെയുമാകട്ടെ, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ഏതു തരത്തിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇറാൻ ഭയപ്പെടുന്നില്ല എന്നതാണ്. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ ഇറാന്റെ കരുത്താട്ട് റഷ്യ അടക്കമുള്ളവർ അവർക്ക് പിൻബലമേകുമ്പോൾ ഇറാൻ സ്വയാർജിതമായി തീരുമാനിച്ചെടുത്ത സ്വയം പ്രാപ്തിയായി കണ്ടെത്തിയിടപ്പെട്ട ബാവർ 373 പോലുള്ള സംവിധാനങ്ങൾ അവരെ തകർക്കാൻ കഴിയാത്ത വണ്ണം ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയും ട്രംപും മാത്രമാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇനിയും യുദ്ധങ്ങൾ ഈ ബാവർ 373 പോലുള്ളവ ഉപയോഗിച്ച് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്കാവില്ല. ഇവിടെയും പരാജയപ്പെടാൻ പോകുന്നത് അമേരിക്കയും ഒപ്പം ഡൊണാൾഡ് ട്രംപും തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.